വൃശ്ചികക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രങ്ങളെന്ന് പറയുന്നത് വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം അനിഴം കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും കണ്ടകശനിയുടെയും 6-ൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെയും ദോഷാവസ്ഥകൾ ഉണ്ട്. 5-ലെ രാഹു ബുദ്ധിപരമായി കുറേ ഗുണം കൊടുക്കുമെങ്കിലും ഭാഗ്യത്തിന് ചെറിയ ചില കുറവുകൾ വരുത്തും. എന്നാൽ 11-ലെ കേതു സാമ്പത്തികമായ നേട്ടം, പ്രത്യേകിച്ച് വിദേശത്തു നിന്നുള്ള വരുമാനം, വിദേശത്തുള്ള ബിസിനസ്, വിദേശവുമായി ബന്ധപ്പെട്ട് നാട്ടിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം തന്നെ ഗുണകരമായിട്ട് കാണുന്നു. ഇതിൽ നിന്ന് സാമ്പത്തിക നേട്ടവും കാണുന്നു, പ്രവർത്തന വിജയവും കാണുന്നു. 2-ലെ ശുക്രൻ ഇവരുടെ വാക്കുകളെയും ഇവരുടെ പ്രവൃത്തികളെയും മറ്റുള്ളവർ നല്ല രീതിയിൽ വിലയിരുത്തുന്നതായിട്ട് കാണുന്നു. മാത്രമല്ല പ്രവർത്തനത്തിൽ ഇവർക്ക് അങ്ങേയറ്റം പ്രാവീണ്യവും ഇപ്പോൾ ലഭിക്കുന്ന ഒരാഴ്ചയാണ്. എന്നാൽ 2-ലെ ചൊവ്വ ഇത്തരം കാര്യങ്ങളിൽ ഒരിക്കലും അഹങ്കരിക്കരുതെന്നും വാക്കുകൾ ധാർഷ്ട്യതയോടുകൂടി പുറത്തുവിടരുതെന്നും പറയുന്നു. എങ്കിൽ ചിലപ്പോൾ ചില കലഹങ്ങളും പ്രശ്നങ്ങളും ഒറ്റപ്പെടുത്തലുകളും ഇതേ വ്യക്തികൾക്ക് തന്നെ ഉണ്ടാവാം, ഈ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക. തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ശക്തി അല്ലെങ്കിൽ കഴിവ് എന്ന് പറയുന്നത് ഈശ്വരൻ തന്ന ദാനമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങേയറ്റം വിനയത്തോടുകൂടി തന്നെ പ്രവർത്തനങ്ങളിൽ തുടരുക. അത് തീർച്ചയായിട്ടും അവർക്ക് ഗുണത്തെ കൊടുക്കും. സാമ്പത്തികമായി ഈ ആഴ്ച ഒട്ടും മോശമൊന്നും കാണുന്നില്ല. ഇവരുടെ പ്രവർത്തനങ്ങൾ വളരെ നന്നായി പോകുന്നതായിട്ടാണ് കാണുന്നത്. ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ പ്രവർത്തനപരമായി 28, 29, 30, 31, 1 ഉച്ചവരെ ഗുണമാണ്. ആഴ്ചയുടെ അവസാനത്തെ 2 ദിവസങ്ങൾ സാമ്പത്തികമായി ചില അധിക ചെലവ് കാണുന്നു. ദൂരയാത്ര പോകുമെന്നും കാണുന്നു. ചില വൈഷമ്യങ്ങൾ അപ്പോൾ ഉണ്ടായേക്കാം.